സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശാന്ത് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. പ്രശാന്ത, ഇന്നത്തെ മഴ മുന്നറിയിപ്പിനെ നമുക്ക് എങ്ങനെ നോക്കാം? വിഷ്ണു, ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ പ്രവചനം നടത്തിയിട്ടുള്ളത്. എല്ലാ ജില്ലകൾക്കും, സംസ്ഥാനത്തെ 14 ജില്ലകൾക്കും ഇത്തരത്തിലുള്ള മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായതും ഒറ്റപ്പെട്ടതും ശക്തമായതുമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തീരദേശ മേഖലകളിലുള്ളവരെല്ലാം ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ ഒപ്പം തന്നെ അതായത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നുള്ള ഒരു അറിയിപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമുണ്ട്. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു ജാഗ്രത കൂടി വേണമെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ വേനൽ മഴ കടുക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിൽ ഒരു അല്പം ആശ്വാസമുണ്ടെങ്കിൽ പോലും ഒരു അല്പം ആശ്വാസം എന്തായാലും ചൂടിൽ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കടുത്ത ചൂടിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയതെങ്കിൽ ഇപ്പോൾ വേനൽ മഴ ശക്തമായതോടുകൂടി ചെറിയൊരു ആശ്വാസം ചൂടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമുള്ളത്. ഏതാനും ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ടിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കാലവർഷം കൂടി വരുന്നതോടുകൂടി മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി അതായത് ശക്തമായൊരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വന്നിട്ടുള്ളത്. വിഷ്ണു, പ്രശാന്ത, ഒരുപക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ അടക്കം വളരെ ശക്തമായ മഴയാണ് ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും മലയോര മേഖലകളിലും അപകട സാധ്യതയുള്ള മേഖലകളിലൊക്കെ തന്നെയും ജാഗ്രത നിർദ്ദേശമുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ അടിയന്തര സാഹചര്യം എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നുണ്ടോ നിലവിൽ? വിഷ്ണു, മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലുമെല്ലാം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ഉള്ളത്. അതായത് ഈ ഒരു മലയോര മേഖലകളിലടക്കം ശക്തമായി മഴ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര കണ്ട് ഇത്തരത്തിലൊരു ജാഗ്രത പാലിക്കാൻ സാധിക്കുമെന്നതിൽ കൃത്യമായി നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഉരുൾപൊട്ടൽ മേഖലകളുണ്ട്, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ മേഖലകളുണ്ട്. ഇത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ നേരത്തെ തന്നെ പാളിച്ച വന്നു എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, മഴക്കാല രോഗങ്ങളൊക്കെ വരികയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊള്ളുന്ന മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പുകളൊക്കെ എത്രത്തോളം പാലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തലസ്ഥാനത്തടക്കമുള്ള വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ മഴ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖലകളിലും അതുപോലെ തന്നെ തീരദേശ മേഖലകളിലുമെല്ലാം മഴയുടെ ഒരു സാധ്യതയുണ്ട്. കടലാക്രമണം വരെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ വന്നിരുന്നു. നമുക്കറിയാം, കള്ളക്കടൽ പ്രതിഭാസമെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ തീരദേശ മേഖലകളിലെല്ലാം ജീവിക്കുന്നവരുടെ ഒരു ജീവിതം ഇത്തരത്തിൽ ദുരിതത്തിലാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ കടലോര മേഖലകളിലെല്ലാം വലിയ ശക്തമായ തിരമാലകൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് മാറ്റിപ്പാർപ്പിക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കേണ്ടി വരും. എന്തായാലും കൂടുതൽ മഴ ലഭിക്കുന്നതോടുകൂടി ചൂടിന് ഒരാശ്വാസം ഉണ്ടാകുമെങ്കിലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ തീരദേശ മേഖലകളിലെല്ലാം ജീവിക്കുന്ന ആ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ അത്തരത്തിലുള്ളൊരു മുന്നൊരുക്കങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. ആ മുന്നൊരുക്കങ്ങൾ കൂടി നടത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ ജീവിതം ഒരു സുഖപ്രദമാക്കി മാറ്റുവാൻ കഴിയും. എന്തായാലും ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം വന്നിട്ടുള്ളത്. ഇന്നും നാളെയും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്.